ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ഫിഫ വേൾഡ് കപ്പ് ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ മത്സരത്തിൽ വെള്ളിയാഴ്ച അർജന്റീനയ്ക്ക് എതിരാളികളായി വരുന്നത് ചിലിയാണ്. ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 മത്സരം. സെപ്റ്റംബർ 6 മത്സരം നടക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ അഭാവത്തിലുള്ള ടീമിനെയാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. ആദ്യം പൗളോ ഡിബാലയ്ക്ക് അവസരം ഉണ്ടായതില്ല, പക്ഷേ അദ്ദേഹത്തെ ലയണൽ സ്കലോണി തിരിച്ചു വിളിച്ചിരുന്നു. പക്ഷേ ടാഗ്ലിയാഫിക്കോക്ക് വീണ്ടും പരിക്ക് പറ്റുന്നു. അദ്ദേഹത്തിന് പകരമായി നിലവിൽ അക്യൂന ടീമിൽ എത്തിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ മത്സരത്തിലെ പോയിന്റ് ടേബിളിൽ അർജന്റീന തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. 6 റൗണ്ട് മത്സരങ്ങളിൽ നിന്നും 15 പോയിന്റുമായി. എന്തായാലും ചിലിക്കെതിരെ വെള്ളിയാഴ്ച നടക്കുന്ന മത്സരത്തിൽ അർജന്റീന കൂടുതൽ യുവതാരങ്ങൾക്കൊക്കെ അവസരം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 2026 ഫിഫ വേൾഡ് കപ്പിൽ ഒരു പുതിയ ടീമിനെ ഒരുക്കുക എന്നതാണ് ശരിക്കും ലയണൽ സ്കലോണി ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ അഭാവത്തിൽ അർജന്റീനയുടെ പ്രകടനം ഏത് രീതിയിലായിരിക്കും എന്നുള്ളത്. ഇതിനു മുമ്പ് അർജന്റീന ചിലിയുമായി ഏറ്റുമുട്ടിയത് കോപ്പ അമേരിക്ക ചാമ്പ്യൻഷിപ്പിലായിരുന്നു. മാർട്ടിനസിന്റെ ഗോളിൽ അർജന്റീന ഏക ഗോളിന് അർജന്റീന അന്ന് വിജയിച്ചതുമാണ്. എന്തായാലും ഫിഫ വേൾഡ് കപ്പ് ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ മത്സരത്തിൽ നിലവിൽ പോയിന്റ് ടേബിളിലുള്ള ഒന്നാം സ്ഥാനത്തും നിലവിലെ ചാമ്പ്യന്മാരുമായ അർജന്റീനയ്ക്ക് എതിരാളികൾ ചിലിയാണ്. വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 മത്സരം. എന്തായാലും ആദ്യ 11-ൽ പൗളോ ഡിബാലൊക്കെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അർജന്റീനൻ ആരാധകരൊക്കെ. എന്തായാലും കാത്തിരുന്ന് കാണാം സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ അഭാവത്തിൽ ലയണൽ സ്കലോണിയുടെ ഏത് തന്ത്രങ്ങളായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആദ്യ 11-ൽ ഏത് രീതിയിലായിരിക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം.